കേരളത്തിലെ തന്നെ അതിപുരാതനമായ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രം. ആ തീർത്ഥാടന കേന്ദ്രത്തിലെ പ്രത്യേകമായ വഴിപാടുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു കൊച്ചു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എന്നത്തെയും പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ വേണ്ടി ശ്രമിക്കണേ. വയനാട് ജില്ലയിലെ കമ്പളക്ക ടൗണിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. വയനാട്ടിലെ മറ്റ് ടൗണുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ടൗണാണ് ഈ കമ്പളക്കാട്. ഇവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്താം. കേരളത്തിൽ തന്നെ അതിപുരാതനമായ ഒരു ദേവാലയത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അങ്ങനെ കുറച്ചു ദൂരം പോകുമ്പോൾ തന്നെ പള്ളിക്കുന്ന് എന്നൊരു ബോർഡ് കാണാം കേട്ടോ. അങ്ങനെ ആ ബോർഡ് കണ്ട് വഴിയിലൂടെ വീണ്ടും കുറച്ചു ദൂരം മുമ്പോട്ട് പോയി കഴിയുമ്പോൾ തന്നെ ദേവാലയത്തിന്റെ കവാടത്തിലേക്ക് എത്താം. കവാടത്തിന് മുമ്പിലായി വലിയൊരു കൊടിമരം കാണാം. ഫെബ്രുവരി 2 മുതൽ 18 വരെയാണ് ഇവിടുത്തെ പ്രധാന തിരുനാൾ. കൊടിയേറ്റത്തിന് ഒരു ദിവസം മുമ്പെയാണ് നമ്മൾ വന്നത്. മലബാറിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും തിരുനാൾ ദിനങ്ങൾ വളരെയധികം ആളുകൾ എത്തുന്നതായി കാണാം. ഇവിടെ വരുന്ന വിശ്വാസികളിൽ ഭൂരിഭാഗവും വീടുകൾ കയറി ഭിക്ഷയെടുത്താണ് വരാറുള്ളത്. അത് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് ഈ ഭിക്ഷയെടുക്കല്. ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് കാണാം. വാഹനം അവിടെ പാർക്ക് ചെയ്ത് നേരെ പള്ളിമുറ്റത്തേക്ക് 1908 വയനാട്ടിലെത്തിയ ഫ്രഞ്ച് മിഷണറിയായ ഫാദർ ഷാൻ മേരി ജെഫ്രിനോസ് സ്ഥാപിച്ചാണ് കിഴക്കിന്റെ ലൂർദ് എന്നറിയപ്പെടുന്ന പള്ളിക്കുന്ന് ദേവാലയം. ജാതിമത ഭേദമന്യേ ഏവർക്കും ഇവിടെ വരാവുന്നതാണ്. വരുന്ന വിശ്വാസികൾക്ക് പള്ളിയോട് ചേർന്ന് തന്നെ തിരികെത്തിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പള്ളിയുടെ അകത്ത് തിരികെത്തിക്കാനുള്ള സൗകര്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വരുന്ന വിശ്വാസികൾക്ക് ഇവിടെ തിരികെത്തിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അങ്ങനെ തിരിയും കത്തിച്ച് നേരെ പള്ളിയകത്തേക്ക്. ഫ്രാൻസിലെ ലൂർദ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്ന് ജെഫ്രിനോസ് അച്ഛന്റെ സഹോദരി അവിടെ നിന്ന് ലൂർദ് മാതാവിന്റെ ഒരു സ്റ്റാച്ചു കപ്പൽ വഴി കൊച്ചിയിലേക്ക് കൊണ്ടുവരികയും കൊച്ചിയിൽ നിന്ന് അന്നത്തെ കാലത്ത് കാളവണ്ടിയിൽ വയനാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അന്നു മുതൽ നടക്കുന്ന വലിയ തിരുനാളാണ് പള്ളിക്കുന്ന് ലൂർദ് മാതാ തിരുനാൾ. കേരളത്തിലെ കത്തോലിക്ക ദേവാലയങ്ങളിൽ വെച്ച് മരിയൻ പെരുന്നാളുകൾ പ്രധാനപ്പെട്ട പെരുന്നാളാണ് പള്ളിക്കുന്ന് ലൂർദ് മാതാ പെരുന്നാൾ. +117 വർഷം മുമ്പാണ് മാനന്തവാടി കേന്ദ്രമാക്കി പ്രവർത്തിച്ച ഫാദർ ജെഫ്രിനോ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ കണിയാങ്കുന്ന് എന്ന സ്ഥലത്ത് മുളയും മാനിപ്പുല്ലും കൊണ്ട് ഒരു ഷെഡ് നിർമ്മിക്കുന്നത്. അവിടെയായിരുന്നു ആദ്യകാലങ്ങളിൽ ദിവ്യബലി നടന്നിരുന്നത്. പിന്നീടാണ് ഇന്നു കാണുന്ന രീതിയിൽ പള്ളിയുടെ നിർമ്മാണം. പള്ളിയോട് ചേർന്ന് തന്നെയായി ഒരു സ്റ്റാളും കാണാം. കത്തോലിക്ക ദേവാലയങ്ങൾ ഇതുപോലുള്ള സ്റ്റാളുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് കല്ലേറ്റുന്നത്. അതുകൂടാതെ അരിമ്പാറ മാറിക്കിട്ടുവാൻ അരിമ്പാറയപ്പം ചുട്ടുകൊടുക്കുന്നതും പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. മറ്റൊരു പ്രധാന വഴിപാടാണ് ഇലവലിക്കൽ. ഇതിനായി കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇലവലിക്കൽ വഴിപാടിനായി പെരുന്നാൾ ദിവസം അനവധി ആളുകൾ എത്തിച്ചേരുന്നതായി കാണാം. ഏതൊരു ആവശ്യവും മാതാവിനോട് സാധിച്ചു കിട്ടുവാനും വിശ്വാസികൾ നേരുന്ന പ്രധാന വഴിപാടാണ് ഇലവലിക്കൽ. മറ്റ് ദേവാലയങ്ങൾ ഒന്നും കാണാത്ത അതിവിശിഷ്ടമായൊരു വഴിപാട് തന്നെയാണ് ഈ ഒരു വഴിപാട്. അത് ഈ പെരുന്നാൾ ദിവസം മാത്രമേ നമുക്കിന് സാധിക്കുകയുള്ളൂ. ലൂർദ് മാതാവിന്റെ മധ്യസ്ഥം വഴി അനുഗ്രഹം ലഭിച്ചവരെ നിരവധി ഫോട്ടോയും നമുക്ക് ഈ പള്ളിയകത്ത് കാണാൻ കഴിയുവേ. ഇവിടുത്തെ പെരുന്നാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഫെബ്രുവരി 10, 11, 12 ആണ്. അന്നേ ദിവസം KSRTC പ്രത്യേക സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. ആ സമയങ്ങളിൽ ഇവിടുത്തെ തിരക്ക് അനിയന്ത്രിതമാണ്. കവാടത്തിന്റെ എതിർവശത്തായി മാതാവിന്റെ ഒരു ഗ്രോട്ടും കാണാം. ഇവിടേക്ക് വരുന്ന എല്ലാ വിശ്വാസികളും ഇവിടെ വന്ന് തിരികെത്തിക്കാറ് പതിവുണ്ട് കേട്ടോ. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് 14 കിലോമീറ്ററും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 38 കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്ന് ഏകദേശം 21 കിലോമീറ്റർ ദൂരം കേട്ടോ ഈ പള്ളിയിലേക്കുള്ളത്. ഈ ഒരു ദേവാലയവും ഇതിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.